വെൽക്കം ടു മൈ ചാനൽ. സ്റ്റുഡൻറ് വിസയിൽ നിന്ന് എങ്ങനെ ജോബ് വിസയിലേക്ക് മാറാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലരും US-ലേക്ക് വരുന്നത് സ്റ്റുഡൻറ് വിസയിലാണ്, അതായത് F1 വിസ. F1 വിസയിൽ നിന്ന് H1B വിസയിലേക്കാണ് നമ്മൾ ചേഞ്ച് ആവേണ്ടത്. അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റഡീസ് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിൽ നിന്നും ജോബ് വിസയിലേക്ക് മാറണം. എന്നാൽ സ്റ്റുഡൻറ് വിസയിൽ നിന്നും ജോബ് വിസയിലേക്ക് നമുക്ക് ഡയറക്റ്റ് മാറാൻ വേണ്ടി കഴിയില്ല. സ്റ്റെം ഫീൽഡിലാണെങ്കിൽ നമുക്ക് 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് കിട്ടും. ആ 3 ഇയേഴ്സ് കൊണ്ടാണ് നമ്മൾ ജോബ് വിസ റെഡിയാക്കേണ്ടത്. സ്റ്റഡീസ് കഴിഞ്ഞാൽ നമുക്ക് OPTക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നതാണ് OPTയുടെ ഫുൾ ഫോം. OPT നമുക്ക് 3 ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അതായത് OPTക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ ആണ് OPT കിട്ടുക. അത് നമുക്ക് 2 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിൽക്കാം. അതിനുള്ളിലാണ് നമ്മൾ H1B വിസ അപ്ലൈ ചെയ്ത് കിട്ടേണ്ടത്. എപ്പോഴാണ് OPTക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഗ്രാജുവേഷൻ ടൈമിലാണ് മെയിനായിട്ട് OPTക്ക് അപ്ലൈ ചെയ്യുക. ഗ്രാജുവേഷന് മുന്നേ 90 ഡേയ്സിന് മുന്നെയോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 60 ദിവസത്തിൻ്റെ ഉള്ളിലോ ആണ് OPTക്ക് അപ്ലൈ ചെയ്യേണ്ടത്. OPTക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജോബ് ഓഫർ ആവശ്യമില്ല. OPTക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ജോബ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ US-ൽ നിന്ന് തന്നെ പോവേണ്ടി വരും. കാരണം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലൗഡ് അല്ല. OPTയിൽ നമുക്ക് ഇന്റേൺഷിപ്പും ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ടൈം ജോബും ചെയ്യാം. 20 അവേഴ്സിന് കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, ലെസ് ദാൻ 20 അവേഴ്സ് ആണെങ്കിൽ നമുക്ക് അതൊരു OPTയിൽ നമുക്ക് ഇന്റേൺഷിപ്പ് നമുക്ക് OPTയിൽ ചെയ്യാൻ കഴിയില്ല. വേറൊരു ഓപ്ഷൻ, ജോബ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ വളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പേയ്മെൻ്റ് ഒന്നും കിട്ടില്ല. അതിനായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫസർമാരുടെ അടുത്തോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. OPT ഒരു ടെമ്പററി വിസയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് 3 ഇയേഴ്സ് ആണ് നമുക്ക് മാക്സിമം അതിൽ നിൽക്കാൻ കഴിയുക. അതിനുശേഷമല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ജോബ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ H1B വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കേണ്ട മെയിൻ കാര്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനികൾ നമ്മളെ സ്പോൺസർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് അവർ H1Bക്ക് സ്പോൺസർ ചെയ്താൽ മാത്രമേ നമുക്ക് H1B അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. H1B ഒരു ലോട്ടറി സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. എല്ലാ വർഷവും മാർച്ച് 1 ആണ് ഈ ലോട്ടറിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മാർച്ച് ലാസ്റ്റിലാണ് ഇതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒക്ടോബറിൽ തന്നെ നമുക്ക് ഇപ്പോൾ H1B കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്ടോബറിൽ തന്നെ നമുക്ക് വിസ ചേഞ്ച് ചെയ്ത് H1B വിസയിലേക്ക് ആവാൻ വേണ്ടി പറ്റും. H1B വിസ നമ്മൾ കമ്പനി വഴി സ്പോൺസർഷിപ്പിൽ കിട്ടുന്ന ഒരു വിസയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് H1B വിസ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് കൺഫേം ചെയ്യേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. OPT 3 വർഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 ടൈംസ് H1Bക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഓരോ വർഷം കൂടുമ്പോൾ മാർച്ചിലാണ് ഇവർ ലോട്ടറി എടുക്കുക. ആ സമയത്ത് നമുക്ക് 3 പ്രാവശ്യം H1Bക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു വർഷം അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഇയർ ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ ആ 3 വർഷത്തിനുള്ളിൽ കിട്ടാൻ വേണ്ടി ചാൻസുകൾ കൂടുതലാണ്. ഒരു വർഷം 85,000 പേർക്കാണ് ഇവിടെ US ഗവൺമെൻറ് H1B വിസ അലൗ ചെയ്യുന്നത്. ഇങ്ങനെയാണ് F1 വിസയിൽ നിന്ന് H1B വിസയിലേക്ക് നമ്മൾ കൺവേർട്ട് ആകുന്നത്. അതായത് സ്റ്റുഡൻറ് വിസയിൽ നിന്ന് ജോബ് വിസയിലേക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.